ദശകം 81 കാളിന്ത്യാദി വിവാഹവും പാരിജാത ഹരണവും. സ്നിഗ്ധാം മുഗ്ധാം സതതമപി താം ലാളയൻ സത്യഭാമാം യാദോ ഭൂയ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരഭിമനാകാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമഭി വിഭോ സംവിധായാഗതോ ഭൂ. സ്നിഗ്ധാം മുഗ്ധാം സതതം അഭി താം ലാളയൻ സത്യഭാമാം യാദഃ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനഃ അഭിമനാഗ് ആസ്ഥിതഃ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരം അഭി വിഭോ സംവിധായ ആഗതഃ അഭൂഹു. സ്നിഗ്ധാം മുഗ്ധാം സതതം അഭി താം ലാളയൻ സത്യഭാമാം. സ്നിഗ്ധാം സ്നേഹശീലയും മുഗ്ധാം ലജ്ജാവതിയുമായ താം സത്യഭാമാം ആ സത്യഭാമയെ സതതം അഭിലാളയൻ എല്ലായ്പ്പോഴും ഭഗവാൻ ഓമനിച്ചു പോന്നു, ലാളിച്ചു പോന്നു. യാദഃ ഭൂയഃ സഹ ഖലു തയാ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ സത്യഭാമയോടൊപ്പം യാജ്ഞസേനീ വിവാഹം പാഞ്ചാലദേശത്തെ ദ്രൗപദിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് സത്യഭാമാസഹിതനായിട്ട് ഭഗവാൻ പോയി. പാർത്ഥപ്രീത്यै പുനഃ അഭിമനാഗ് ആസ്ഥിതഃ ഹസ്തിപുര്യാം പാഞ്ചാലിയുടെ വിവാഹശേഷം പാണ്ഡവരോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് ചെന്ന് അവിടെ കുറച്ചുനാൾ അവരോടൊപ്പം താമസിച്ചു. ശക്രപ്രസ്ഥം പുരം അഭി വിഭോ സംവിധായ അവിടെ ചെന്ന് അവർക്ക് വേണ്ടതായ ഒരു രാജധാനിയൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഹസ്തിനപുരത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ശക്രപ്രസ്ഥം അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നതായ ഒരു പുരി ഭഗവാന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കി. ഗാണ്ഡവവനം ദഹിപ്പിച്ച് അഗ്നിയെ പ്രീതിപ്പെടുത്തി അവിടെ ഇന്ദ്രപ്രസ്ഥം എന്നു പേരായ ഒരു പുരം ഭഗവാന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കി പാണ്ഡവർക്കായി നൽകി. അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സ്നേഹശീലയും ലജ്ജാവതിയുമായ സത്യഭാമയെ ഭഗവാൻ വളരെയധികം ലാളിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ദ്രൗപദിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് സത്യഭാമ സഹിതനായിട്ട് ഭഗവാൻ അവിടെ ചെന്നു. അവിടെ വെച്ചിട്ട് ദ്രൗപദിയുടെ വിവാഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം മധ്യപാണ്ഡവനായ അർജുനനോടും മറ്റ് പാണ്ഡവന്മാരോടും കൂടി ദ്രൗപദിയെ ഹസ്തിനപുരത്തിലേക്ക് എത്തിച്ചതിന് ശേഷം അവർക്ക് വസിക്കുവാനായിട്ട് അവരുടേതായ ഒരു രാജ്യം നിർമ്മിച്ചു കൊടുക്കാൻ ഗാണ്ഡവം എന്നു പേരായ വനത്തെ ദഹിപ്പിച്ച് അഗ്നിയുടെ പ്രീതി സമ്പാദിച്ചതിന് ശേഷം അവിടെ ഒരു പുരം തന്നെ തയ്യാറാക്കി അവർക്ക് നൽകി. അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി. സ്നിഗ്ധാം മുഗ്ധാം സതതമപി താം ലാളയൻ സത്യഭാമാം യാദോ ഭൂയ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരഭിമനാകാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമഭി വിഭോ സംവിധായാഗതോ ഭൂ. ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർത്യമാനാം ത്വദ്വാജാതാമഹൃതകുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണ അർത്യമാനാം സൗഭാഗ്യവതിയും സുശീലയുമായിരിക്കുന്ന സുഭദ്ര ഭവത് അവരജാം ഭഗവാന്റെ സഹോദരിയും ആയിരിക്കുന്ന ആ സുഭദ്രയെ
കൗരവേണ അർത്ഥ്യമാനാം. ജ്യേഷ്ഠ കുരുവംശജനായ ദുര്യോധനനായിക്കൊണ്ട് ബലരാമനാൽ വാക്ക് നൽകപ്പെട്ടിരുന്നതാണ്. പക്ഷേ ത്വത് വാച, ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ച് താം അഹൃത, അവളെ അപഹരിച്ചു കൊണ്ടുപോയി. ആര്? കുഹനാമസ്കരി ശക്രസൂനുഹു, ഒരു കപട മുനിവേഷധാരിയായിരുന്ന ശക്രസൂനുഹു, ഇന്ദ്രപുത്രനായിരിക്കുന്ന അർജുനൻ സുഭദ്രയെ ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ചിട്ട് അപഹരിച്ചു കൊണ്ടുപോയി. തത്ര ക്രുദ്ധം ബലം, അത് കേട്ടപ്പോൾ ക്രോധം വന്നവനായ ബലരാമനെ അനുനയിപ്പിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. പ്രത്യഗാഹ തേന സാർദ്ധം, ആ ബലരാമനോടൊപ്പം ശക്രപ്രസ്ഥം, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രിയസഖമുദേ, തൻ്റെ സുഹൃത്തായിരിക്കുന്ന അർജുനനെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് സത്യഭാമാസഹായ, സത്യഭാമാസമേതനായിട്ട് ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളി. ഭഗവാന്റെ അനുജത്തിയായ സുഭദ്രയെ ബലരാമദേവൻ ദുര്യോധനായിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുവാനുള്ള വാക്ക് പറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ ഒരു കപടവേഷധാരിയായി വാണിരുന്ന അർജുനൻ ഒരു സന്യാസി വേഷത്തിൽ ദ്വാരകയിൽ പാർത്തിരുന്നപ്പോൾ ഈ സന്യാസിയെ പരിചരിക്കുന്നതിനായിട്ട് ഏൽപ്പിച്ചിരുന്നത് സുഭദ്രയായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുമതിയോടുകൂടി ഈ കപടവേഷധാരിയായ അർജുനൻ സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോരുന്നു. ഈ വിവരമറിഞ്ഞ ബലരാമൻ വളരെയധികം ക്രുദ്ധനായി അർജുനന് നേർക്ക് ആക്രമിക്കാനായിട്ട് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് സത്യഭാമയോടൊപ്പം കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അർജുനനെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് എഴുന്നള്ളുകയുണ്ടായി. ഭദ്രാം ഭദ്രാം ഭവദവരജാം കൗരവേണാർത്യമാനാം ത്വദ്വാജാതാമഹൃതകുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാസഹായ തത്ര ക്രീഡന്നഭിജയമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമാഖാണ്ഡവ പ്രീഡിതാഗ്നി ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവപൈതൃശ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഗൃഷേ മിത്രവിന്ദാമവന്തീം തത്ര ക്രീഡൻ അപി ച യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ ഖാണ്ഡവ പ്രീണിതാഗ്നിഃ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവ പൈതൃശ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാം അവന്തീം തത്ര ക്രീഡൻ അഭിജ യമുനാകൂലദൃഷ്ടാം. ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ അർജുനനോടൊപ്പം കുറച്ച് ദിവസം താമസിച്ചു. ആ സമയത്ത് യമുനാ തീരത്തിലെ മൃഗയാ വിനോദത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് ഗൃഹീത്വാ താം കാളിന്ദീം, ആ കാളിന്ദിയെ ഭഗവാൻ പരിഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഗാണ്ഡവ പ്രീണിതാഗ്നി, ഗാണ്ഡവവനം ദഹിപ്പിച്ച് അഗ്നിയെ പ്രീതിപ്പെടുത്തുവാൻ അർജുനനെ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് നഗരം അഗമഹ, പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഭ്രാതൃത്രസ്താം പ്രണയവിവശാം പൈതൃശ്വസേയും, ഭ്രാതൃത്രസ്താം ഭ്രാതാക്കളോട് ഭയം ഉണ്ടായിരുന്നവളായ പ്രണയവിവശയായിരുന്ന അങ്ങയിൽ പ്രണയവിവശയായിരുന്ന പൈതൃശ്വസേയി അച്ഛൻ പെങ്ങളുടെ മകളായ മിത്രവിന്ദ, അവധി രാജ്യത്തെ രാജകുമാരിയായ മിത്രവിന്ദയെ രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ, രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോന്നു. അർജുനനോടൊപ്പം
ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിയ ശ്രീകൃഷ്ണ ഭഗവാൻ കുറച്ച് ദിവസം അവിടെ താമസിച്ച് യമുനാ തീരത്തിൽ മൃഗയാവിനോദം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ കാളിന്തി എന്ന് പറയുന്ന യുവതിയെ കാണുകയും അവളെ ഭഗവാൻ പരിഗ്രഹിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഗാണ്ഡവ വനം ദഹിപ്പിച്ച് അഗ്നിക്ക് പ്രീതി ഉണ്ടാക്കുന്നതിനായിട്ട് ഭഗവാൻ അർജുനനെ സഹായിയായി നിന്നു. പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങുകയും അതിനുശേഷം അവന്തി രാജ്യത്തിലെ രാജകുമാരിയായ മിത്രവിന്ദ അവളുടെ സഹോദരന്മാരുടെ എതിർപ്പിനെയും അവഗണിച്ചുകൊണ്ട് ഭഗവാനെ പ്രണയിച്ചിരുന്ന ആ മിത്രവിന്ദയെ രാജാക്കന്മാരുടെയൊക്കെ ഇടയിൽ നിന്ന് ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ 2 വിവാഹങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യം കാളിന്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. ഭഗവാനും അർജുനനും കൂടി മൃഗയാവിനോദത്തിനായിട്ട് യമുനാ തീരത്തിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആദ്യം അർജുനനാണ് ഈ കാളിന്തിയെ ചെന്ന് പരിചയപ്പെടുന്നത്. കാളിന്തി നദിയുടെ നടുക്ക് ഇരുന്നു കൊണ്ട് തപസ് ചെയ്യുന്ന ആ കാളിന്തിയെ കണ്ടപ്പോൾ അർജുനൻ ചോദിച്ചു, ഭവതി അങ്ങ് ആരാണ് എന്ന്. അപ്പോൾ ഞാൻ കാളിന്തിയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ തയ്യാറാക്കി തന്ന വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്, അതും ഭഗവാനെ കണ്ടെത്തുന്നത് വരെ അവിടെ താമസിക്കാൻ വേണ്ടിയാണ് അച്ഛൻ എനിക്ക് ആ വീട് തന്നിരിക്കുന്നത്. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സാ വരിച്ചു കഴിഞ്ഞതാണ് എന്നെല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ അർജുനൻ വന്ന് ഭഗവാനെ വിവരം ധരിപ്പിക്കുകയും ഭഗവാൻ നേരെ ചെന്ന് തന്നിൽ അനുരക്തയായിരുന്ന കാളിന്തി ദേവിയെ പരിണയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരികെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി അവിടെ വെച്ചിട്ട് ഗാണ്ഡവവനം ദഹിപ്പിക്കുന്നതിനായിട്ട് ഇന്ദ്രപുത്രനായ അർജുനനെ സഹായിച്ചു. അതിനുശേഷം ഭഗവാൻ മഥുരയിലേക്ക് തിരികെ പോയി. അപ്പോഴാണ് അവന്തി രാജ്യത്തിലെ രാജകുമാരിയായ മിത്രവിന്ദയുടെ വിവാഹത്തിൻ്റെ അറിയിപ്പ് കിട്ടുന്നത്. ഭഗവാനിൽ അനുരക്തയായിരുന്ന ഈ മിത്രവിന്ദ സ്വന്തം സഹോദരന്മാരിൽ നിന്ന് ഭയം ഉള്ളവളായിട്ട് അതൊന്നും വെളിപ്പെടുത്താതെ ഇരുന്നതാണെങ്കിലും ഭഗവാൻ ആ മിത്രവിന്ദയെ രാജാക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നു. തത്ര ക്രീഡൻ അഭിജയമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമ ഖാണ്ഡവ പ്രീഡിതാഗ്നി ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവപൈതൃശ്വസേയീം രാജ്ഞാം മധ്യേ സപദി ജഗൃഷേ മിത്രവിന്ദാമവന്തീം സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്താഭിജവൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രതദുരതേ ദേവസന്തർദനാദ്യ തത്സോദര്യ വരദഭവത സാഭിപൈതൃശ്വസേയി സത്യാം ഗത്വാ പുനഃ ഉദവഃ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്ത അഭി ച വൃഷവരാൻ സപ്തമൂർത്തി നിമേഷാത് ഭദ്രാം നാമ പ്രദദു അഥ തേ ദേവസന്തർദനാദ്യാഃ തത്സോദര്യാഃ വരദഭവതഃ സാഭി പൈതൃശ്വസേയി സത്യാം ഗത്വാ പുനഃ ഉദവഹോ നഗ്നജിത് നന്ദനാം താം. ആ നഗ്നജിത് എന്ന പേരായ കോസല രാജ്യത്തിലെ രാജാവിൻ്റെ മകളായ സത്യയെ പരിണയിക്കാനായിട്ട് ഭഗവാൻ പുറപ്പെട്ടു. അവിടെ ചെന്ന് ബദ്ധ്വാ സപ്ത അഭിജ വൃഷവരാൻ സപ്തമൂർത്തി നിമേഷാത് ഭഗവാൻ സ്വയം 7 കൃഷ്ണരൂപങ്ങളെ കൈക്കൊണ്ടു. എന്നിട്ട് 7 കാളകളെയും ഭഗവാൻ പിടിച്ചു കെട്ടി. നിമേഷാത് അല്പസമയം കൊണ്ട് പിടിച്ചു കെട്ടി. അതുപോലെ തന്നെ ഭദ്രാനാമ പ്രദദുഹു
ആ ഭദ്ര എന്നു പേരായ സന്ദർദനാദ്യന്മാരുടെ സഹോദരിയെ ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചു. തത് സോദര്യാഹ ഭവതഃ സാപി പൈതൃശ്വസേയി. ആ ഭദ്രയും ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മറ്റൊരു മകളായിരുന്നു. ആദ്യം സത്യയെ വിവാഹം ചെയ്യുന്ന വിവരമാണ് പറയുന്നത്. കോസല രാജ്യത്ത് നഗ്നജിത്ത് എന്നു പേരായ രാജാവിൻ്റെ മകളായിരുന്നു സത്യ. ഈ സത്യയുടെ വിവാഹം നടത്തുന്നതിനായിക്കൊണ്ട് രാജാവ് 7 കൂറ്റൻ കാളകളെ മെരുക്കി നിർത്തിയിട്ട് ആരാണോ അതിനെ പിടിച്ചു കെട്ടുന്നത് അവർക്ക് ഈ സത്യ വിവാഹം ചെയ്യാം എന്നെല്ലാം ഒരു മത്സരം നടത്തി. ഭഗവാൻ അവിടെ ചെന്നിട്ട് സ്വയം 7 കൃഷ്ണന്മാരായി രൂപം പ്രാപിച്ച് 7 കാളകളെയും നിമിഷ നേരം കൊണ്ട് പിടിച്ചു കെട്ടി. അതിനുശേഷം സത്യ വിവാഹം ചെയ്തു. അതുപോലെ തന്നെ കേകയ രാജാക്കന്മാരായിരുന്ന സന്ദർദനാദ്യന്മാർ അവരുടെ സഹോദരിയായിരുന്ന ഭദ്രയെ ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചു. അവളും ഭഗവാന്റെ ഒരു അച്ഛൻ പെങ്ങളുടെ പുത്രി തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ടെല്ലാം വിവാഹ വേദികളിൽ രാജകുമാരികൾക്ക് ഭർത്താവിനെ അന്വേഷിക്കുന്നതിനായിട്ട് രാജാക്കന്മാർ ഇപ്രകാരം പല മത്സരങ്ങളും ഒരുക്കിയിരുന്നു. അതിൽ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മത്സരം തന്നെയായിരുന്നു ഈ 7 കൂറ്റൻ കാളകളെ മെരുക്കുക അല്ലെങ്കിൽ പിടിച്ചു കെട്ടുക എന്നത്. വീരന്മാരുടെ ഗന്ധത്തെ സഹിക്കാൻ കഴിയാത്ത കാളകളാണ് ഈ 7 പേർ എന്നാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെയുള്ള ആ 7 കാളകളെ ഭഗവാൻ 7 രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കെട്ടി ആ സത്യ എന്ന് പറയുന്ന യുവതിയെ ഭഗവാൻ പരിണയിച്ചു. അതുപോലെ തന്നെയാണ് ഭദ്ര എന്ന് പറയുന്ന കേകയ പുത്രിയായിരിക്കുന്ന ആ സന്ദർദനാദ്യന്മാരുടെ സഹോദരി ഭഗവാനെ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതും അവളുടെ സഹോദരന്മാർ ഭഗവാന് കൊണ്ട് ഇന്ന് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതും ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മറ്റൊരു മകളായിരുന്നു. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്താഭിജവൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദതുരതദേ ദേവസന്ദർദനാദ്യാ തത്സോദര്യ വരദഭവത സാപി പൈതൃശ്വസേയി. പാർത്ഥാദ്യൈരപ്യഘൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ചപരമവൃത ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. പാർത്ഥാദ്യൈഃ അപി അകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശഫരമവൃത ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടൗ ഏവം തവ സമഭവൻ വല്ലഭാഃ തത്ര മധ്യേ ശുശ്രോധ ത്വം സുരപതിഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. പാർത്ഥ ആദ്യൈഃ അപി അകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശഫരം അവൃത ലക്ഷ്മണാം മദ്രകന്യാം. ഇതുപോലെ മദ്രദേശത്ത് ലക്ഷ്മണ എന്ന രാജപുത്രിയുടെ വിവാഹത്തോടനുബന്ധിച്ചിട്ട് അവിടെ വച്ചിരുന്ന മറ്റൊരു മത്സരമായിരുന്നു. മുകളിൽ ഒരു യന്ത്രത്തിൻ്റെ ഉള്ളിൽ കറങ്ങുന്ന മീനിനെ താഴെ ഉള്ള ജലത്തിൽ പ്രതിബിംബത്തെ നോക്കി കൃത്യമായിട്ട് എഴുതു കൊള്ളിക്കുന്നവരെ യോഗ്യനായ വരനായി നിശ്ചയിക്കാം എന്ന് മത്സരം തയ്യാറാക്കിയിരുന്നു. ആ മത്സരത്തിൽ പാർത്ഥാദ്യൈഃ അപി അകൃതലവനം, പാർത്ഥൻ, അർജുനൻ മുതലായ വില്ലാളി വീരന്മാരൊക്കെ അകൃതലവനം, അവർക്ക് ലക്ഷ്യം ഭേദിക്കാൻ കഴിഞ്ഞില്ല.
അപ്രകാരം ഉള്ള ആ മത്സരത്തിൽ ലക്ഷം ചിത്വ ശബരമവൃത, മത്സരൂപമായ ആ ലാക്ക് എഴുതി മുറിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. അങ്ങനെ ലക്ഷ്മണ എന്ന് പറയുന്ന മധുരരാജപുത്രിയെ ശ്രീകൃഷ്ണ ഭഗവാൻ വിവാഹം ചെയ്തു. ഇപ്രകാരം അഷ്ടൗ ഏവം തവ സമഭവൻ വല്ലഭാഹ, ഭഗവാന് ഇതോടുകൂടി 8 ഭാര്യമാരായി തീർന്നു. തത്ര മധ്യേ, അതിനിടയിലാണ് ശുശ്രോത ത്വം സുരപതിഗിര ഭൗമദുശ്ചേഷ്ടിതാനി, ഒരു വാർത്ത കേൾക്കാൻ ഇടയാകുന്നത്. ഭഗവാൻ ദേവേന്ദ്രൻ്റെ പരിദേവനമായിരുന്നു അത്. ഭൗമദുശ്ചേഷ്ടിതാനി, ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരൻ്റെ ദുഷ്കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ ദേവേന്ദ്രനിൽ നിന്ന് അറിയാൻ ഇടയായി എന്നാണ് പറയുന്നത്. ഭഗവാൻ അർജുനൻ മുതലായ വില്ലാളി വീരന്മാരൊക്കെ പങ്കെടുത്ത ഒരു മത്സരത്തിൽ വെച്ച് അവർക്കൊന്നും ഭേദിക്കാൻ കഴിയാതിരുന്ന ആ ലക്ഷ്യത്തെ താഴെ കാണുന്ന ജലത്തിലെ പ്രതിബിംബത്തിൽ നോക്കി ലക്ഷ്യം ഭേദിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ലക്ഷ്മണ എന്ന മദ്രകന്യയെ വിവാഹം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ദേവേന്ദ്രൻ്റെ അടുത്തു നിന്ന് ഒരു സന്ദേശം കിട്ടിയത്. ഭൂമിപുത്രനായിരിക്കുന്ന നരകാസുരൻ വളരെയധികം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ അർജുനന് വളരെയധികം ദുഃഖമുണ്ടാകുന്നു എന്നുള്ള വാർത്ത കേട്ടു. പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശബരമവൃത ലക്ഷ്മണ മദ്രകന്യാം അഷ്ടൗ ഏവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോതത്വം സുരപതിഗിര ഭൗമദുശ്ചേഷ്ടിതാനി സ്മൃതായാതം പക്ഷി പ്രവരമതിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനമിവാരാതിഭവനം വിബിന്ദൻ ദുർഗാണി തൃഡിതഭൃതനാശോണിതരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷമകുരുധാ ശോണിതപുരം. സ്മൃതായാതം പക്ഷിപ്രവരം അതിരൂഢഃ ത്വം അഗമഃ വഹൻ അംഗേ ഭാമാം ഉപവനം ഇവ അരാതിഭവനം വിബിന്ദൻ ദുർഗാണി തൃഡിതഭൃതനാശോണിതരസൈഃ പുരം താവത് പ്രാഗ്ജ്യോതിഷം അകുരുദാഹ ശോണിതപുരം. സ്മൃതായാതം പക്ഷിപ്രവരം, ഭഗവാന്റെ സ്മരണ മാത്രയിൽ തന്നെ ഭഗവാന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു ഗരുഡൻ. എന്നിട്ട് ത്വം അഗമഃ വഹൻ അംഗേ ഭാമാം, ഭഗവാൻ ആ ഗരുഡാരൂഢനായിരുന്നുകൊണ്ട് തൻ്റെ മടിയിൽ സത്യഭാമയെയും കൂടി ഇരുത്തിയിട്ടാണ് ഉപവനം ഇവ അരാതിഭവനം, ഏതോ പൂന്തോട്ടത്തിലേക്ക് പോകുന്നു എന്ന ഭാവേനയാണ് ആ ശത്രുവിൻ്റെ രാജ്യത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ വിബിന്ദൻ ദുർഗാണി തൃഡിതഭൃതനാശോണിതരസൈഹി, തൃഡിതഭൃതനാശോണിതരസൈഹി, അവിടെ എതിർത്ത് വന്ന സൈന്യത്തെയൊക്കെ അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ അവരിൽ നിന്ന് നിർഗമിച്ച ആ നിണനീര്, അതുകൊണ്ട് ശോണിതപുരം അകുരുദാഹ, ആ പ്രാഗ്ജ്യോതിഷപുരത്തെ ഒരു ശോണിതപുരം ആക്കി തീർത്തു, നിണനീരൊഴുകുന്ന പുഴയുള്ളതാക്കി തീർത്തു എന്നർത്ഥം. ഭഗവാൻ ഇന്ദ്രൻ്റെ പരാതി കേട്ട് ഉടനെ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നിശ്ചയിച്ചുകൊണ്ട് സ്മരണ മാത്രേണ തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഗരുഡൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് തൻ്റെ മടിയിൽ സത്യഭാമയെയും കയറ്റിയിരുത്തി ഒരു പൂന്തോട്ടത്തിലേക്ക് എന്നതുപോലെ ഈ നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് വിബിന്ദൻ ദുർഗാണി, അയാളുടെ കോട്ടകൾ എല്ലാം അടിച്ചു തകർത്തു ഭഗവാൻ. എന്നിട്ട് തൃഡിതഭൃതനാശോണിതരസൈഹി പുരം താവത് പ്രാഗ്ജ്യോതിഷം അകരുദാഹ ശോണിതപുരം, എതിർത്ത് വന്ന നരകാസുരൻ്റെ സൈന്യത്തെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് അവരുടെ നിണനീര് ഒഴുകുന്ന ഒരു
ചോരപ്പുഴ തന്നെയാക്കി തീർത്തു പ്രാഗ്ജ്യോതിഷപുരത്തെ. അതുകൊണ്ട് ഈ പ്രാഗ്ജ്യോതിഷപുരത്തെ അപ്പോൾ ശോണിതപുരം എന്നുള്ളതാക്കി തീർത്തു. അപ്രകാരം ഒരു പേരോടുകൂടിയാക്കി തീർത്തു ഭഗവാൻ എന്നാണ് പറയുന്നത്. സ്മൃതായാദം പക്ഷി പ്രവരമതിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാമുപവനമിവാരാതിഭവനം വിബിന്ദൻ ദുർഗാണി തൃഡിതഭൃതനാ ശോണിതരസൈ പുരം താവത് പ്രാഗ്ജ്യോതിഷമകരുധാ ശോണിതപുരം മുരസ്ത്വാം പഞ്ചാസ്യോ ജലധിവനമദ്യാദുതപദത് സചക്രേ ചക്രേണ പ്രദലിതശിരാമംശുഭവതാ ചതുർദന്തൈർദന്താവളപതിബിരിന്ധാനസമരം രഥാംഗേന ഛിത്വാ നരകമകരോസ്തീർണനരകം. മുരഃ ത്വം പഞ്ചാസ്യഃ ജലധിവനമദ്യാത് ഉദപതത് സഹ ചക്രേ ചക്രേണ പ്രദലിതശിരാഃ മംശുഭവതാ ചതുർദന്തൈഃ ദന്താവളപതിഭിഃ ഇന്ധാനസമരം രഥാംഗേന ഛിത്വാ നരകം അകരോഃ തീർണനരകം. മുരഃ ത്വാം പഞ്ചാസ്യഃ ജലധിവനമദ്യാത് ഉദപതത്. നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്കാണ് ഭഗവാൻ ചെന്ന് കോട്ടകളെല്ലാം അടിച്ചു തകർത്തത്. അപ്പോൾ ഈ കോട്ടയ്ക്ക് ഇടയിൽ കിടങ്ങിൽ ഉണ്ടായിരുന്ന ജലധിവനമദ്യാത്, ആ ജലത്തിൽ ഉണ്ടായിരുന്ന പഞ്ചാസ്യഃ മുരഃ, 5 മുഖങ്ങളുള്ളവനായ മുരാസുരൻ, അയാൾ ജലധിവനമദ്യാതുദപതത്, അതിനാ ജലത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി വന്നു. അയാളെ സഹ ചക്രേ ചക്രേണ, ഭഗവാൻ അയാളെ വധിച്ചു. എങ്ങനെ വധിച്ചു? ചക്രേണ, ചക്രം കൊണ്ട് വധിച്ചു. പ്രദലിതശിരാഹ, അയാളുടെ എല്ലാ ശിരസുകളെയും അരിഞ്ഞുകൊണ്ട് ഭഗവാൻ അയാളെ വധിച്ചു. ചതുർദന്തൈഃ ദന്താവളപതിഭിഃ ഇന്ധാനസമരം. ചതുർദന്തൈഃ, 4 കൊമ്പുകളുള്ളതായ ദന്താവളപതിഭിഃ, 65 കൊമ്പനാനകൾ, അതിൻ്റെ പതിയായിരിക്കുന്ന ഈ നരകാസുരൻ ഭഗവാനോട് യുദ്ധത്തിനായി വന്നു. ഇന്ധാന സമരം. അയാളെ രഥാംഗേന ഛിത്വാ, അയാളെ ചക്രം കൊണ്ട് ശിരസർത്തു ഭഗവാൻ. എന്നിട്ട് നരകം അകരോഹോ തീർണ നരകം, ഈ നരകാസുരനെ നരകത്തിൽ നിന്ന് മുക്തനാക്കി, അതായത് മോക്ഷം നൽകി. എന്ന് ഇവിടെ നരകാസുരൻ്റെ കാവൽ ഭടനായിരുന്ന ആ കിടങ്ങിൽ വെള്ളത്തിൽ കിടന്നിരുന്നതായ 5 ശിരസുള്ളവനായ മുരാസുരൻ, അയാൾ ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കിയതും അവിടെ നിന്നും ഉയർന്നു വന്ന് ഭഗവാനോട് യുദ്ധം ചെയ്തു. ആ മുരാസുരൻ്റെ 5 ശിരസുകളെയും ഭഗവാൻ ചക്രം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി അയാളെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് 65 നാൽക്കൊമ്പനാനകളോടുകൂടി ഭഗവാനെ എതിരിടാനായി വന്ന നരകാസുരനെ ഭഗവാൻ ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് വധിച്ചു. ആ നരകാസുരനെ നരകത്തിൽ നിന്ന് മുക്തനാക്കി മോക്ഷം നൽകി എന്നും പറയുന്നു. മുരസ്ത്വാം പഞ്ചാസ്യോ ജലധിവനമദ്യാതുതപതത് സചക്രേ ചക്രേണ പ്രദലിതശിരാമംശുഭവതാ ചതുർദന്തൈർദന്താവളപതിബിരിന്ധാനസമരം രഥാംഗേന ഛിത്വാ നരകമകരോസ്തീർണ നരകം. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രജിഘൈത നാഗാ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശപുന സഹസ്രാണി സ്ത്രീണാം അഭിജതനരാശിം ച വിപുലം. സ്തുതഃ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തെ അസ്യ തനയേ ഗജം ച ഏകം ദത്വാ പ്രജിഘൈത നാഗാൻ നിജപുരീം ഖലേന ആബദ്ധാനാം സ്വഗതമനസാം ഷോഡശപുന സഹസ്രാണി സ്ത്രീണാം അപി ച ധനരാശിം ച വിപുലം.
സ്തുതഃ ഭൂമ്യ, ഈ നരകാസുരനെ വധിച്ചു കഴിഞ്ഞപ്പോൾ നരകാസുരൻ്റെ മാതാവായിരിക്കുന്ന ഭൂമിദേവി വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. രാജ്യം സപതി ഭഗതത്തെ അസ്യതനയെ ഗജം ച ഏകം ദത്വ. ആ നരകാസുരനെ വധിച്ച് നരകാസുരൻ്റെ പുത്രനായ ഭഗദത്തനെ ഭൂമിദേവിയുടെ ആഗ്രഹപ്രകാരം അവിടെ രാജാവായി വാഴിച്ചു. 65 നൽക്കൊമ്പനാനകളിൽ ഒരെണ്ണത്തെ ഭഗദത്തനായി കൊണ്ട് നൽകുകയും ചെയ്തു ഭഗവാൻ. എന്നിട്ട് പ്രജഗൈത നാഗാൻ നിജപുരിയും, ബാക്കി 64 കൊമ്പനാനകളെയും ദ്വാരകയിലേക്ക് അയച്ചു ഭഗവാൻ. ഖലേന ആബദ്ധാനാം, ഈ ദുഷ്ടനായ നരകാസുരൻ അവിടെ ബന്ധിച്ചു നിർത്തിയിരുന്ന, ബന്ധനസ്ഥരാക്കിയിരുന്ന സ്വഗതമനസാം, ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചിരുന്നവരായ 16 പുനഃ സഹസ്രാണി സ്ത്രീണാം, 16,000-ൽ അധികം സ്ത്രീകളെ നരകാസുരൻ തൻ്റെ കാരാഗൃഹത്തിൽ വിവസ്ത്രരാക്കി പാർപ്പിച്ചിരുന്നു. അവർക്കൊക്കെ ഭഗവാൻ വസ്ത്രം നൽകിയിട്ട് അഭിജ ധനരാശിം ച വിപുലം, അത് കഴിഞ്ഞ് കണക്കറ്റ ധനസമൂഹത്തെയും ഒക്കെ ദ്വാരകയിലേക്ക് അയച്ചു. ഇവിടെ ഈ 16,000-ൽ അധികം സ്ത്രീകളെ വിവസ്ത്രരാക്കിക്കൊണ്ട് നരകാസുരൻ കാരാഗൃഹത്തിൽ അടച്ചിരുന്നതാണ്. അവർക്കൊക്കെ അവരുടെ മനസ്സ് ഭഗവാനിൽ പതിഞ്ഞിരുന്നതുമാണ്. അവർക്കെല്ലാം ഭഗവാൻ വസ്ത്രം ദാനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെയും ഈ നരകാസുരൻ്റേതായ അളവറ്റ ധനത്തെയും ഒക്കെ ദ്വാരകയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രജിഗൈത നാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സ്വകതമനസാം 16 പുനഃ സഹസ്രാണി സ്ത്രീണാം അഭിജധനരാശിം ച വിപുലം. ഭൗമാപാഹൃതകുണ്ഡലം തദതിദേർധാതും പ്രയാതോ ദിവം ശക്രാദ്യേർമഹിതസമം ദൈതയാദ്യുസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരം ഋഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമ തത്തു ശ്രീമദദോഷ ഈദൃശൈതി വ്യാഖ്യാതുമേവാകൃതാ. ഭൗമ അപാഹൃതകുണ്ഡലം തത് അതിദേഹേ ധാതും പ്രയാതഃ ദിവം ശക്രാദ്യൈഃ മഹിതഃ സമം ദൈതയാ ദ്യുസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരും ഋഷാ അഭിപതിതം ജിത്വാ ഇന്ദ്രം അഭ്യാഗമഃ തത്തു ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതും ഏവ അകൃതാഃ. ഭൗമ അപാഹൃതകുണ്ഡലം, നരകാസുരൻ അപഹരിച്ചു കൊണ്ടുവന്നിരുന്നതായ കുണ്ഡലം, അത് തത് അതിദേഹേ ധാതും, അത് ദേവമാതാവായ അതിഥിക്ക് നൽകുന്നതിനായിക്കൊണ്ട് പ്രയാതഃ ദിവം, ഭഗവാൻ സ്വർഗത്തിലേക്ക് പോയി. ശക്രാദേഹി മഹിതഃ സമം ദൈതയ, ആ ശക്രൻ അല്ലെങ്കിൽ ഇന്ദ്രൻ മുതലായ ആളുകളൊക്കെ മഹിതഃ നന്നായി സൽക്കരിച്ചു. ദേവേന്ദ്രൻ ഭഗവാനെയും സത്യഭാമയെയും ഒക്കെ നന്നായി സൽക്കരിച്ച് സ്വീകരിച്ചു. ദ്യുസ്ത്രീഷു ദത്തഹ്രിയ, ഈ സത്യഭാമയെ കണ്ടപ്പോഴാണെങ്കിലോ ദേവസ്ത്രീകൾക്കൊക്കെ നാണമുണ്ടായി. അത്രയ്ക്ക് ഭയങ്കരമായ സൗന്ദര്യം ഉള്ളവളായിരുന്നു സത്യഭാമ. അത് കഴിഞ്ഞിട്ട് മടങ്ങി പോകാൻ നേരത്ത് സത്യഭാമയ്ക്കൊരാഗ്രഹം. ഹൃത്വാ കൽപ്പതരും, അവിടെയുള്ള പാരിജാതം കണ്ടപ്പോൾ സത്യഭാമ പറഞ്ഞു, ഇത് എനിക്കും ഒരെണ്ണം വേണമായിരുന്നു എന്ന്. ഭഗവാൻ ഇന്ദ്രനോട് ചോദിച്ചു ഇപ്രകാരം, സത്യഭാമയ്ക്ക് ഇങ്ങനെ ഒരു പാരിജാതം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അതിന് സമ്മതിച്ചില്ല. ഭഗവാൻ അവിടെ നിന്ന് ഒരെണ്ണം അപഹരിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഋഷാ അഭിപതിതം ജിത്വാ ഇന്ദ്രം അഭ്യാഗമഃ, അപ്പോൾ കോപിച്ചു വന്ന ഇന്ദ്രനോട് എതിരിട്ട് അവരെ തോൽപ്പിച്ച് ഭഗവാൻ തിരികെ പോന്നു, ദ്വാരകയിലേക്ക് പോന്നു. തത്തു ശ്രീമദദോഷ ഈദൃശഃ ഇതി വ്യാഖ്യാതും ഏവ അകൃതാഃ. ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ഒരു ലീല ഭഗവാൻ ചെയ്തത് എന്നാണ് പറയുന്നത്.
ശ്രീമതദോഷ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അധികരിച്ചാൽ ഉണ്ടാകുന്ന ഒരു അഹങ്കാരം. അത് ഇന്ദ്രന് വളരെയധികം ഉണ്ടായപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണ് എന്നുകൂടി കാണിച്ചു കൊടുക്കാൻ ആയിട്ടാണ് ഭഗവാൻ ഇപ്രകാരം ഒരു ലീല ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും എതിർത്ത് വന്ന ഇന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ഈ പാരിജാതം അപഹരിച്ചുകൊണ്ട് സത്യഭാമ സഹിതനായിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. നരകാസുരൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന അതിഥി ദേവിയുടെ കുണ്ടലത്തെ തിരികെ നൽകുന്നതിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമയോടൊപ്പം സ്വർഗത്തിലേക്ക് തിരിച്ചു. അവിടെ ചെന്നപ്പോൾ ഇന്ദ്രാദി ദേവന്മാരൊക്കെ വളരെ ആദരവോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ സത്യഭാമയും ഒക്കെ സ്വീകരിച്ചിരുത്തിയപ്പോൾ ദേവസുന്ദരിമാർക്കൊക്കെ ഈ സത്യഭാമയെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത നാണമുണ്ടായിപ്പോയി എന്നാണ് പറയുന്നത്. അത്രയേറെ സൗന്ദര്യമുള്ളവളായിരുന്നു സത്യഭാമ. ഈ സത്യഭാമയ്ക്ക് ഇന്ദ്രൻ്റെ ഉദ്യാനത്തിൽ കണ്ട ഒരു പാരിജാതത്തിനോട് വളരെ ഇഷ്ടം തോന്നുകയും ഭഗവാനോട് ആ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെന്താ നമുക്കൊരെണ്ണം എടുത്തുകൊണ്ട് പോരാം എന്ന് പറഞ്ഞ് ഇന്ദ്രനോട് ചോദിച്ചിട്ട് അത് കൊടുത്തില്ല എന്നത് കണ്ടപ്പോൾ ഭഗവാൻ സ്വയം ഒരെണ്ണം അപഹരിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കോപിഷ്ഠനായ ഇന്ദ്രൻ ശ്രീകൃഷ്ണ ഭഗവാനെ എതിർത്തു. ഇന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ പാരിജാതവുമായി സത്യഭാമയെ കൂട്ടി ദ്വാരകയിലേക്ക് തിരിച്ചു പോന്നു. ഭഗവാൻ ഇപ്രകാരം ഒരു ലീലയെ ചെയ്തത് ഒരുപക്ഷേ ഐശ്വര്യം കൊണ്ട് മതോന്മത്തനായ ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം എന്നാണ് മേൽപ്പത്തൂരിലൂടെ പറയുന്നത്. ഭൗമാപാഹൃത കുണ്ഡലം തദതിർധാതും പ്രയാതോ ദിവം ശക്രാദ്യർമഹിതസമം ദൈതയാദ്യുസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരും ഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമ തത്തു ശ്രീമദദോഷ ഈദൃശൈതി വ്യാഖ്യാതുമേവാകൃതാ കൽപദ്രും സത്യഭാമാ ഭവനഭുവിസൃജൻ ദ്വേഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിതബഹുവപുർലാളയൻ കേളിഭേദൈ ആശ്ചര്യാത് നാരദാലോകിതവിവിധഗതിസ്തത്ര തത്രാഭിഗേഹേ ഭൂയ സർവാസു കുർവൻ ദശദശതനയാൻ പാഹി വാതാലേശ. കൽപദ്രും സത്യഭാമ ഭവനഭുവിസൃജൻ ദ്വേഷ്ടസാഹസ്രയോഷാഃ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവപുഃ ലാളയൻ കേളിഭേദൈഃ ആശ്ചര്യാത് നാരദ ആലോകിത വിവിധഗതിഃ തത്ര തത്രാഭിഗേഹേ ഭൂയഃ സർവാസു കുർവൻ ദശദശതനയാൻ പാഹി വാതാലയേശ. കൽപദ്രും സത്യഭാമ ഭവനഭുവിസൃജൻ. സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലെ പാരിജാതവുമായി അവിടെ നിന്ന് മടങ്ങിപ്പോന്ന ഭഗവാൻ ആ പാരിജാതത്തെ, ആ കൽപദ്രുമത്തെ സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നട്ടു. അത് കഴിഞ്ഞ് ദ്വേഷ്ടസാഹസ്രയോഷാഹ സ്വീകൃത്യ ദ്വി 2 അഷ്ട 8 ഇരട്ട് 16 സാഹസ്രം 1000 16,000 യോഷമാർ സ്ത്രീകളെ സ്വീകൃത്യ ഭഗവാൻ യഥാവിധി ഭാര്യമാരായി സ്വീകരിച്ചു. പ്രത്യകാരം വിഹിത ബഹുവപുഃ ഓരോരോ വീടുകളിലും ഭഗവാൻ ബഹുവപുഃ പല ശരീരങ്ങളെ കൈക്കൊണ്ടിട്ട് ലാളയൻ കേളിഭേദൈഹി അവരെയൊക്കെ ഒരു ഗൃഹസ്ഥൻ്റെ ചുമതലയെല്ലാം നിർവഹിച്ചുകൊണ്ട് അവരെയൊക്കെ ലാളിച്ചു പോന്നു. ആശ്ചര്യ നാരദ ആലോകിത വിവിധഗതിഹി. അപ്പോൾ നാരദർക്ക് ഈ 16,108 ഭാര്യമാരോടുകൂടി ഭഗവാൻ എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമം നയിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആശ്ചര്യമുണ്ടായി. ആ നാരദൻ വന്ന് ഓരോ വീട് തോറും കയറിയിറങ്ങി നോക്കി. അപ്പോൾ പല പല ജോലികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നാരദൻ കാണാനിടയായത്. തത്ര തത്രാഭിഗേഹേ ഭൂയഃ സർവാസു കുർവൻ. ഇങ്ങനെ വീട് തോറും കയറിയിറങ്ങി നടന്ന് ആ നാരദമുനി
ആശ്ചര്യപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് ഭൂയഹ സർവാസു കുറുവൻ ദശദശതനയാൻ. അതിനുശേഷം കാലം മുന്നോട്ട് പോകുമ്പോൾ ഓരോ പത്നിമാരിലും 10 പുത്രന്മാരെ ഭഗവാൻ ഉൽപ്പാദിപ്പിച്ചു. പാഹി വാതാലയേശ, അപ്രകാരമെല്ലാമുള്ള അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ഇന്ദ്രൻ്റെ കൊട്ടാരത്തിലേക്ക് ദേവമാതാവായ അതിഥിദേവിയുടെ കുണ്ടലം നൽകാനായി പോയപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നിന്നൊരു പാരിജാതവും കൂടി ഹരിച്ചുകൊണ്ട് പോന്നിരുന്നു ഭഗവാൻ. ആ പാരിജാതം സത്യഭാമയുടെ കൊട്ടാരത്തിന് മുൻപിലായി കൊണ്ടുവന്ന് നട്ടു. നരകാസുരൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മോചിപ്പിച്ചിരുന്ന ആ 16,100 സ്ത്രീകളെ, ഇവിടെ 16,000 എന്നേ പറയുന്നുള്ളൂ, ഭാഗവതം കൃത്യമായിട്ട് 16,100 എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത്രയും സ്ത്രീകളെ യഥാവിധി ഭഗവാൻ വിവാഹം ചെയ്ത് സ്വീകരിച്ചു. എന്നിട്ട് അവർക്കെല്ലാവർക്കും ഓരോരോ ഗൃഹങ്ങളും തയ്യാറാക്കി കൊടുത്തു. അവിടെയെല്ലാം ഭഗവാൻ സ്വയം അത്രയും ശരീരങ്ങളെ കൈക്കൊണ്ട് അവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചു. ഈ വാർത്ത കേട്ട നാരദ മുനിക്ക് എന്തെന്നില്ലാത്ത ആശ്ചര്യമുണ്ടായി. എങ്ങനെയാണ് ഈ ഭഗവാൻ 16,108 സ്ത്രീകളുമായി തൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നത് ഇത് കാണാൻ ഒരു താല്പര്യമുണ്ടായപ്പോൾ നാരദമുനി ഓരോരോ ഗൃഹങ്ങളിലും വന്ന് ഭഗവാനെ കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കി പോയി. അവസാനം നാരദർക്ക് തന്നെ ഒരു ഭ്രമം ഉണ്ടായി എന്നാണ് ഭാഗവതം പറയുന്നത്. ഓരോ ഗൃഹങ്ങളിലും നാരദമുനി വന്ന് പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്ന ഭഗവാന്റെ വ്യത്യസ്ത കൃത്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഭഗവാനെയാണ്. എന്നാൽ ആദ്യവും രണ്ടാമതും കണ്ട വീടിന് ശേഷം വീണ്ടും ഓരോ വീടുകളിലും കയറി കാണുന്ന നാരദരെ അഭിമുഖീകരിക്കുന്ന ഭഗവാൻ ആദ്യമായിട്ടാണ് നാരദമുനിയെ കാണുന്നത് എന്ന രീതിയിലാണ് സംവദിക്കുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ നാരദമുനിക്കും ഭഗവാന്റെ ലീലാവിലാസങ്ങളുടെ ഗഹനത കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ഏതായാലും ഓരോ ഭാര്യമാരിലും കാലം കൊണ്ട് 10 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ച അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. കൽപദ്രും സത്യഭാമ ഭവനഭുവിസൃജൻ ദ്വേഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവപുർലാളയൻ കേളിഭേദൈ ആശ്ചര്യാത് നാരദാലോകിത വിവിധഗതിസ്തത്ര തത്രാഭിഗേഹേ ഭൂയ സർവാസു കുർവൻ ദശദശതനയാൻ പാഹി വാതാലയേശ.